ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരാജയം വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല എന്നും രാഷ്ട്രീയപരമായ പരാജയമായിട്ടാണ് കാണുന്നതെന്നും എം പി രാജേഷ്. പരാജയം വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല എന്നും രാഷ്ട്രീയപരമായ പരാജയമായിട്ടാണ് കാണുന്നതെന്നും എം പി രാജേഷ്. കഴിഞ്ഞ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ വികസനങ്ങൾ മായ്ച്ചു കളയാൻ സാധിക്കാത്തതാണെന്നും എം പി രാജേഷ് വ്യക്തമാക്കി. ഏൽപ്പിച്ച ചുമതല നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജയപരാജയങ്ങളുണ്ടാവും, അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നു. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ അടയാളങ്ങൾ ആർക്കും തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പോൾ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. സംസ്ഥാനത്ത് മുഴുവനുണ്ടായ UDF ട്രെൻഡിന്റെ ഭാഗമാണ് തൃത്താലയിലെ വിജയമെന്നും പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ലെന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമെന്നും എം പി രാജേഷ് പറയുന്നു. അതേസമയം മന്ത്രിമാരൊക്കെ തോൽക്കുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണെന്ന ന്യായമാണ് എം പി രാജേഷിനുള്ളത്. അപ്പോൾ സംസ്ഥാനത്താകെയുള്ളൊരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോകില്ല, ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും അത് പറ്റില്ല. മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ തന്നെ കാണും. 90-ലധികം സീറ്റ് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഞാൻ എല്ലാ വിശദാംശവും മനസ്സിലാക്കി.